നമ്മളിപ്പോൾ വീണ്ടും കോഴിക്കോടിലാണ്. ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ അലുവ കണ്ടില്ലേ, അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. എന്താ നമ്മുടെ കായ ചിപ്സ്, കായ വറുത്തത്, അതുപോലെ തന്നെ എന്താ പറയുക പാൽ സർബത്ത്, ഇങ്ങനെ കഴിക്കേണ്ടതായ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും പണ്ടൊക്കെ ഈ കായ വറുത്ത ഉപ്പേരി എല്ലാം ഇവിടെ നിന്നാണ് ഒരുവിധം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലായിടത്തുമായി. എങ്കിലും നമ്മൾ ഇപ്പോൾ കോഴിക്കോട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടുത്തെ ഒരു കായ വറുത്തത് കണ്ട് അവിടെ നിന്ന് തിന്ന് ആ ഒരു ടേസ്റ്റ് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വീട്ടിലോട്ടും കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് പോവാം. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മിനി ബൈപ്പാസാണിത്. മിനി ബൈപ്പാസ് മാങ്കാവ്, ഇപ്പം അങ്ങോട്ട് തൃശ്ശൂർ എല്ലാം പോവാം. ഇവിടെ പട്ടേൽ താഴം റോട്ടിൽ അവിടെ നമ്മൾ നേരത്തെ പോയിരുന്നൊരു ബേക്കറി ഇല്ലേ, കോഴിക്കോടൻസ് ബേക്കറി, അവരുടെ തന്നെ ചിപ്സ് വറുക്കുന്ന ഒരു സെൻറ്ററുണ്ട്. ബേക്കറി തന്നെ, അവിടെയും ബേക്കറി ആയിട്ട് തന്നെയാണ് മെയിനായിട്ട് അവിടെ ചിപ്സ് വറുക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാല്ലേ, വാ. നമ്മളങ്ങനെ പട്ടേൽ താഴം റോഡിൽ നിന്ന് നേരെ വന്നു. ഇതാണ് തളിക്കുളങ്ങരയാണ് നമുക്ക് പറഞ്ഞ അവിടെ ഞാൻ പറഞ്ഞില്ലേ ബേക്കറി, കോഴിക്കോടൻസ് ബേക്കറി. ഇതേ ഞാൻ എൻ്റെ മുമ്പിലാണ് കോഴിക്കോടൻസ് നിൽക്കുന്നു. ഇതാണ് കോഴിക്കോടൻസ്. ഇവിടെ കുറേ ചിപ്സും നമ്മുടെ ഇതും എല്ലാം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉടമസ്ഥനാണ് നിൽക്കുന്നത്. ഇക്ക നമസ്കാരം. വിഷ്ണു, എനിക്കവിടെ പേരെന്ന് പറഞ്ഞു? ജാഫർ. ഞാൻ ജാഫർക്ക. അപ്പോൾ അത് ഫൈജാസൊക്കെ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. അന്നൊരു എപ്പിസോഡിൽ അലുവ കുറേ കഴിച്ചതാണ്. ഇത് നമ്മുടെ ജാഫർക്ക. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ശരിക്കും പണ്ട് നമ്മൾ കൊച്ചിയിലോട്ടും ആ സൈഡിലോട്ടൊക്കെ കൂടുതൽ ചിപ്സും നല്ല ചിപ്സൊക്കെ വരുന്ന കോഴിക്കോട് നിന്നാണ്. ഇവിടുത്തെ ചിപ്സ് എങ്ങനെയാണ്? കോഴിക്കോട് ചിപ്സ് എന്നാണല്ലോ പണ്ട് തൊട്ട് കേട്ട് നമുക്കിത്. ഇവിടുത്തെ ചിപ്സ് ശരിക്കും അത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് അത് വറുക്കാനെടുക്കുന്നത്. പിന്നെ അതിൽ മഞ്ഞളും ഇതും ചേർത്ത് നാടൻ സ്റ്റൈലിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്യാസല്ല, ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ സാധാരണ നാടൻ അടുപ്പിലാണ്. ഉരുളിയിലാണ് ചിപ്സ് വറുക്കുന്നത്. പിച്ചളൻ്റെ ഉരുളിയിൽ 100 വർഷം മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നു ചിപ്സ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ നമ്മളിപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ബാക്കിയുള്ള ചട്ടകവും മറ്റേ ചട്ടിയും ഗ്യാസൊക്കെ ആക്കി ഇപ്പോഴും നമ്മൾ അടുപ്പിൽ തന്നെയാണ്. എന്തായാലും പതുക്കെ അങ്ങോട്ട് നടന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ സംസാരിച്ചു തുടങ്ങാം. ഈ ചിപ്സ് പണ്ടേ തൊട്ട് തന്നെ നമ്മൾ മെയിൻ്റെ ഒരു ഐറ്റം തന്നെ ആയിരുന്നില്ല. നമ്മളിവിടെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഫേമസ് ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ. ഇവിടെ കായത്തെ പ്രോസസ് തന്നെ. ഇവിടെ കായ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. കായ പൊളിക്കുന്നുണ്ട്. പിക്ക പണ്ടേ തൊട്ടുള്ള മൂത്താപ്പന്റെ കാലത്ത് തൊട്ടുള്ളതാണ്. മൂത്താപ്പൊന്നുമില്ല. ഇല്ല. നമസ്കാരം. പേരെന്തൊക്കെയാണ്? അരുവി, അലവിക്കുട്ടിക്ക പണ്ടേ തൊട്ടുള്ളതാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ കണ്ട ഇത് കോഴിക്കോട് പാളയം ഒരു ഇടുങ്ങിയ വഴി, അലവിക്കുട്ടിക്ക് പറഞ്ഞിട്ടുള്ള അറിവാണ്. ഇടുങ്ങിയ വഴിയായിട്ടുള്ള സമയത്ത് അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അന്നേ തൊട്ട് തന്നെ. ഇത്ര വയസ്സ് ഏകദേശം 96. എങ്കിലും 96 വയസ്സും അതിൻ്റെ ഒരു നല്ല പുള്ളിക്കാർ ഇരുന്ന് തന്നെ നമ്മുടെ കായൊക്കെ പൊളിച്ച്. രാവിലെ 6 കിലോമീറ്റർ നടന്ന് ഇവിടെ നടന്നു വരും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറില്ല, ചായ. വളരെ ലളിതമായ ഭക്ഷണ രീതിയാണ്. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് പണിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കണം എന്നതാണ് സംതൃപ്തി എന്നാ പറയുന്നത്. ഇക്ക ഇവിടെ തന്നെ വീട് കിനാശ്ശേരി 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. അപ്പൊ പോയി പുള്ളി നടന്നു പോവാണ്. മക്കളൊക്കെയാ വീടും ഇതൊക്കെ ആണോ? അപ്പൊ മക്കളോ? അനിയന്റെ മക്കളുണ്ട്. 5 മക്കളോ ഉള്ളൂ അല്ലേ? അപ്പൊ ഇപ്പൊ വീട്ടില് ഇക്കയാണപ്പോ മൊത്തം? അപ്പോൾ ഇവിടെ ഇക്ക പൊളിക്കുന്നുണ്ട്. അവിടെ കഴുകലും പെറുക്കലൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ
വയസ്സും പ്രായമൊന്നും ജോലി ചെയ്യുന്നതിനൊന്നും ബാധിക്കത്തില്ല. ഇപ്പോഴും 96 വയസ്സല്ല, 96 വയസ്സിലും ജോലി എടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തെ സഹായിക്കാൻ വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണോ ഇത് കീറലൊക്കെ? അതാണ്, വേറെ ആരും തൊടിക്കത്തില്ല. ഒരു ദിവസം ആ മനസ്സാണത്. ബാക്കി ബോഡി വീക്കാണോ നല്ലതാണോ അങ്ങനെയൊന്നുമില്ല. മനസ്സ് ജോലി ചെയ്യണം, എന്നും ചെയ്തുകൊണ്ടിരുന്ന അന്നും ചെയ്യണം അല്ലേ, ആ ഒരു മനസ്സ് തന്നെയാണ്. പാളയത്ത് കടകളിലപ്പം 1937-38-40 കാലഘട്ടത്തിൽ കോഴിക്കോട് പാളയത്തില്ലേ, കോഴിക്കോട് പാളയത്ത് ജോലി എടുത്തുകൊണ്ടിരുന്നതാണ്. അവിടെ കഴുകലും പിടിക്കലും ഒരു സെറ്റ് ചിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ബാക്കി കാര്യങ്ങൾ അലിക്കുട്ടിക്ക് ഇപ്പോൾ ജോലി ചെയ്യാനുള്ള എന്താ കാരണം എന്നൊന്ന് പറഞ്ഞു പഠിക്കും. ഇപ്പോഴും ജീവിക്കാനൊരു മാർഗമാണല്ലോ, ജീവിക്കാനുള്ള മാർഗം. ആരെയും ആശ്രയിക്കാതെ ഇപ്പോഴും സ്വന്തമായിട്ട് ജോലി എടുത്തിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോഴും മനസ്സിൽ. ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിതത്തിൽ ഇത്രയും കാലം 96 വർഷം വരെ ജീവിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ തുടരാനാണ് ആഗ്രഹം. അപ്പോൾ ഇത് കൂട്ടുകുടുംബമായിട്ടാണോ ജീവിക്കണേ? അഞ്ചന്മാരും എല്ലാവരും ഒക്കെ? ഭാര്യയുണ്ട്, അനിയൻ്റെ മക്കളുണ്ട്, എല്ലാവരും കണ്ട. ശരിക്കും നമ്മുടെ 55 വയസ്സോ ഒന്നും അല്ല റിട്ടയർമെൻറ്റിൻ്റെ കാലം. ഇത് 96 വയസ്സ്. മനസ്സുണ്ടെങ്കിൽ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ നമ്മൾ മരിക്കണോടം വരെ അധ്വാനിച്ച് തന്നെ ജീവിക്കാം. ഉദാഹരണമാണിത്, കണ്ടല്ലോ. ഇപ്പം എന്തായാലും നമ്മൾ അങ്ങനെ ആ ഭാഗത്തോട്ട് നോക്കിക്കാം, വറവും ബാക്കി എല്ലാം നടക്കാം.